ഹായ്, ഞാൻ ചിത്ര. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊന്ന് കേക്ക് ഉണ്ടാക്കാന്ന് വെച്ചേക്കാണ്. കാര്യം എന്താ വെച്ചാൽ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഒന്ന് സർപ്രൈസ് ആയിട്ട് കേക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ അങ്ങനെ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷേ ഫ്ലോപ്പായിരുന്നു. 3 തവണയും ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. ഞാൻ യൂട്യൂബ് നോക്കി തിയറി പാട്ടൊക്കെ പഠിച്ചു വെച്ചേക്കാണ്. അപ്പോൾ ആളോട് ജസ്റ്റ് വെറുതെ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്, ബട്ടർ സ്കോച്ച് വാനില ബട്ടർ സ്കോച്ച് വാൻചോ കേക്ക് വേണം എന്നാണ് പറഞ്ഞത്. അതൊന്നും നടപ്പില്ലാത്ത സ്ഥിതിക്ക് റെഡ് വെൽവെറ്റ് പിടയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം അതെന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം നമുക്ക് വെറുതെ ഒന്ന് നോക്കാം, ഫ്ലോപ്പാണോ അല്ലയോ ഒന്ന്. കേക്ക് ബേക്കിങ്ങിനായിട്ടൊരു മിന്നൽ പർച്ചേസ് നടത്തിയതാണ്. അപ്പോൾ ഒരു കേക്ക് കട്ടിങ് നൈഫാണിത്. ഇത് നമ്മൾ ലെയറായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ 2 പൈപ്പിംഗ് ബാഗ് വാങ്ങിച്ചു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കർ വാങ്ങിച്ചു. റെഡ് വെൽവെറ്റാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഈ റെഡ് കളർ എടുത്തത്. പിന്നെ ഒരു 1/2 kg ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട് കേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നോസിലാണ്. ഇത് ഈ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് എഡ്ജിലത്തെ ആ കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നതൊക്കെ. പിന്നെ സൂപ്പർ റെഡ് കളറും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കൊക്കോ പൗഡർ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പരിപാടി. ഞാൻ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുവാണ്. പല കാര്യങ്ങൾ റെഫർ ചെയ്തിട്ട് ഒരു അവിയൽ പരുവത്തിലാക്കി ഞാൻ വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഒന്ന് എന്താ പറയുക, ഒന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എവിടെ നിന്ന് എങ്ങോട്ട് പോകണം എന്ന് 1, 2, 3 സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് പൗഡർ മിക്സ് ചെയ്യണം, അതൊന്ന് അരിച്ചെടുക്കണം, അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ അരിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ 1/2 kg നമ്മളിപ്പോൾ കണ്ടല്ലോ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ബോർഡൊക്കെ 1/2 kg ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ 1/2 kg ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന റെഡ് വെൽവെറ്റ്. സ്റ്റാർട്ട് ചെയ്യാം. 1/2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. നമ്മൾ 1/2 kg ആണല്ലോ ചെയ്യുക. അതിലേക്ക് 1/4 ടീസ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബേക്കിംഗ് പൗഡറാണ് എടുക്കുന്നത്, അത് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് 3 തവണ ഒന്ന് അരിച്ചെടുക്കണം. ഇങ്ങനത്തെ പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവാതെ ഒരു 3 ടൈംസ് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പൊടി അരിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കണം. ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാലിൽ വിനീഗർ ഒഴിച്ചിട്ടാണ്. അപ്പോൾ അത് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം. ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1.5 ടീസ്പൂൺ വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കാം. ഇനി 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, പൊടിക്കാത്തതാണ്. അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരു മുട്ട ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഹൈ സ്പീഡിലാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടും ഹൈ സ്പീഡിൽ തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊങ്ങണം. അമ്മ ഒന്ന് വിസ്ക് വെച്ച് കൂടി ഒന്ന് മിക്സ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം ബീറ്റ് ചെയ്യണം. ലോ സ്പീഡാണ് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇങ്ങനെ ഇത് മിക്സ് ചെയ്യുന്നത് ഞാനിങ്ങനെ ഒരേ ഡയറക്ഷനിൽ അങ്ങ് മിക്സ് ചെയ്തതാണ്. ശരിക്കും അതിനെന്തെങ്കിലും ഒരു സയൻറ്റിഫിക് ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇനി നമ്മൾ കളർ ചേർക്കാൻ പോവാണ്. ഞാനിവിടെ റെഡ് സൂപ്പർ റെഡ് ആണ് എടുത്തേക്കുന്നത്, റെഡ് വെൽവെറ്റ് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മിക്സിംഗ് ഒക്കെ സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട പരിപാടി കേട്ടോ കേക്ക് ബേക്കിംഗ്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഫ്ലോപ്പായാൽ പിന്നെയും ഉണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ ശരിക്കും ബേക്കർമാർ കാണുകയാണെങ്കിൽ എന്നെ തല്ലിക്കൊല്ലും എന്നാണ് തോന്നുന്നത്. അപ്പം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം റെഡ് കളർ ചേർക്കുകയാണ്. ഓക്കെ, ഞാൻ 1/2 ടീസ്പൂൺ കളർ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല, ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഇത്തിരി ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കളർ കൂടുതൽ കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ കളറിൻ്റെ ക്വാളിറ്റി ഒക്കെ അനുസരിച്ച് ഏത് കളറാണെന്ന് വെച്ചിട്ടാണ് അതനുസരിച്ചിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കളർ കിട്ടിയിട്ടുണ്ട് ഇതിൽ തന്നെ. അപ്പോൾ ഇനി ബേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ആക്ച്വലി അറിയത്തില്ല, ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഇതിൽ ഒന്ന് ലോ സ്പീഡിൽ ആ 0 കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇതുണ്ടല്ലോ, സ്പീഡ് ഉണ്ടല്ലോ, അതിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്നത് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. ശരിക്കും 1 കിലോയ്ക്ക് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് വേണ്ടത്. 1/2 കിലോ കേക്ക് ബേക്ക് ചെയ്യാൻ 6 ഇഞ്ച് മതിയാവും. ഇതിലേക്ക് ബട്ടർ തടവി കൊടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടൊന്ന് ബട്ടർ തടവിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല കളർഫുള്ളായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഒന്ന് തട്ടി കൊടുക്കണം. ഇതിലെ എയർ ബബിൾസ് കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി റെഡ് കളറിൽ കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റ്സ് ആയിട്ട് നമ്മളൊരു പാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നത്, പാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്യാൻ പോവാം. ശരിക്കും പറഞ്ഞാൽ ബേക്കേഴ്സ് എന്നെ തല്ലി കൊല്ലരുത്. ഇതെന്താവും നമുക്ക് നോക്കണം. ഇപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു പാത്രമോ റിങ്ങോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെച്ചു, മൂടി വെച്ചിട്ടുണ്ട്. 30 മിനിറ്റ്സ് ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കേക്ക് 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്കിത് വെച്ചിട്ട് കുത്തി നോക്കാം. അപ്പൊ നമ്മുടെ കേക്ക് ആയിട്ടില്ല. ഒരു 5 മിനിറ്റ്സും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അമ്മ കറി ഉണ്ടാക്കിക്കൊണ്ടുണ്ട്. ഞാൻ ഒരു അടുത്ത ടൂത്ത് പിക്ക് എടുക്കാം. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കാം. എങ്ങനെ ആവില്ല, ഇത് നല്ല ക്ലിയർ ആയിട്ടാണ് കിട്ടാന്നാണ് ബേക്ക് ചെയ്യുന്നവരൊക്കെ പറയുന്നത്. അപ്പൊ നമ്മള് അടുത്ത ടൂത്ത് പിക്ക് കൂടി പരീക്ഷിക്കാൻ പോവാണ്. അടുത്ത ടൂത്ത് പിക്ക് കൂടി നമുക്ക് ഇട്ട് നോക്കാമേ. അടുത്ത 5 മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് തുറക്കുവാണ്. നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ കേക്ക് സക്സസ്ഫുൾ ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ടേസ്റ്റ് നോക്കണം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ കേക്കിന്റെ പരിപാടി ഏകദേശം സ്പോഞ്ച് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആവേശത്തിൽ തുറന്നു നോക്കി, അതായത് ബട്ടർ പേപ്പർ ഒക്കെ ഇളക്കി വെച്ചിട്ടുണ്ട്. സ്പോഞ്ച് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല മണമൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് കട്ട് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. ഇനി നമ്മൾ ഐസിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന്റെ ആദ്യത്തെ രൂപം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോൾ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനാണ് ഈ നൈഫ് ഉപയോഗപ്രദമാവുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരേ തിക്നെസ്സാണ്. നമ്മുടെ കറിക്കത്തിക്കൊക്കെ മുറിക്കുന്ന ഭാഗത്ത് തിക്നെസ് കുറവും അടുത്ത ഭാഗത്ത് തിക്നെസ് കൂടുതലുമാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും. പക്ഷേ ഈ നൈഫ് ആകുമ്പോൾ ഒരേപോലെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുക. നമ്മൾ ഈ പാത്രം ഒന്ന് കമഴ്ത്തിയാൽ താഴേക്ക് പോകാത്ത പാകത്തിന് വരെ വിപ്പ് ചെയ്തെടുക്കാം. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം സെറ്റായിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരുപാട് വിപ്പിംഗ് ക്രീം കിട്ടിയേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കട്ടിംഗ് ബോർഡ് നമുക്ക് ഇത് ഫിക്സ് ചെയ്യുന്ന ടേബിൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ
ബേക്ക് ചെയ്ത ടിൻ കമഴ്ത്തി വെച്ചിട്ടാണ് ഉള്ളത്, അതിൻ്റെ മേലെ വെച്ചേക്കാണ്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്പോഞ്ചിൽ. എന്നിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ലെയർ വെക്കുന്നു. വീണ്ടും ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ സൗകര്യത്തിനൊക്കെ എഴുതിയൊക്കെ എടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കേക്കിന്റെ പരിപാടി. അപ്പോൾ നമുക്ക് രാത്രി കട്ട് ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. പക്ഷെ അതിന് മുകളിൽ നിന്ന് കട്ട് ചെയ്ത സംഭവം കഴിച്ചിട്ട് അടിപൊളിയുണ്ട്. അത് ബൈ മിസ്റ്റേക്ക് ഞാൻ കളഞ്ഞു പോയി. ശരിക്കും അത് നമുക്ക് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ എടുക്കാമായിരുന്നു. പിന്നെ ആ സൈഡിൽ നിന്നൊക്കെ കിട്ടിയത് വെച്ച് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രൊഫഷണൽസ് ഒന്നും അല്ലാത്തതുകൊണ്ട് അതിന്റെ പ്രശ്നമുണ്ട്. ഇതിന്റെ ഡെക്കറേഷനിൽ മാത്രം, ടേസ്റ്റിലൊന്നുമില്ല. ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ മെഷർമെന്റ് ഒക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ബർത്ത്ഡേ പോയി. അപ്പൊ നമ്മൾ കേക്കിങ്ങിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അല്ലേ? കാണാൻ ലുക്ക് ഉണ്ടോ? നല്ല രസമുണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഞാനല്ലേ, നീ ഞാൻ ഇത്രയും നന്നാവുന്നു പ്രതീക്ഷിച്ചില്ല. കുറച്ചുകൂടെ പൊക്കി പറയൂ. സൂപ്പറാണ്. പൊക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോ നമ്മള് എന്താ, നമ്മള് പ്രൊഫഷണൽ അല്ലല്ലോ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ എഴുതാൻ പറ്റില്ലല്ലോ. പിന്നെ അപ്പൊ അത് കാരണം നമ്മളൊരു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. കേക്കിന്റെ ഔട്ട്പുട്ട് ഇപ്പം കാണാൻ പോണേ നമ്മൾ. പിന്നെ അമ്മ ഇത്തിരി ജംസും കൂടെ വെച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചു. ശരിക്കും പറ. ശരിക്കും നല്ലുണ്ട്. ഞാൻ ഇത്ര നന്നാവുന്ന പ്രതീക്ഷിച്ചില്ല. ഞാനും. ചിലവരുടെ റെഡി ആവും. എന്തായിരുന്നു സാധനം? ചിലവരുടെ റെഡി ആവും, ചിലവരുടെ റെഡി ആവില്ല. പക്ഷെ ഇത് റെഡി ആയിട്ടോ. അതെ, നമ്മുടെ റെഡി ആയി. അവിടെ കുഴപ്പമില്ല. അപ്പോ കേക്ക് ബേക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാന്നുള്ളതാണ് അല്ലേ? ഞാൻ മെഷർമെന്റിൽ ഒന്നും മാറ്റം വരുത്തിയില്ല. എന്ന് വെച്ചാൽ അല്ല, അങ്ങനെയല്ല. ഞാൻ 1 kg ആയിരുന്നു ഒന്ന് സെറ്റ് ആക്കിയത്. എന്നിട്ട് ഞാൻ അത് ½ kg ആക്കി. സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ കേക്ക് ബേക്കിംഗ് കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കുന്നു. നല്ല രസമുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ബൈ. അപ്പോൾ ഞങ്ങളുടെ ഒരു ബർത്ത്ഡേ കഴിഞ്ഞു. ബർത്ത്ഡേ ഗിഫ്റ്റ് ഇഷ്ടമായില്ലേ? ഇതാണ് ബർത്ത്ഡേ ഗിഫ്റ്റ്. ശരി, അപ്പോൾ